ഫ്രണ്ട്സേ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ആലപ്പുഴയിൽ പൂങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സി ബാൻഡ് നമുക്ക് ട്യൂൺ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴയ്ക്ക് കിഴക്ക് ഒരു KU ബാൻഡും ട്യൂൺ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇന്ന് പൂങ്കാവിലേക്കാണ് പോകുന്നത്, അതായത് ആലപ്പുഴ ബൈപ്പാസിന് വടക്കുവശം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സി ബാൻഡ് ഡിഷ് തറയിലോ പുരയുടെ മുകളിലോ വയ്ക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് മുറ്റത്ത് തന്നെ ഉള്ള വർക്ക്ഷോപ്പിൻ്റെ, അതായത് സ്ട്രക്ചർ വർക്കൊക്കെ ചെയ്ത് ഷീറ്റ് അടിച്ചിരിക്കുന്ന ഒരു ഷെഡിൻ്റെ മുകളിലാണ് ഈ ഒരു 8 അടിയുടെ അലൂമിനിയം ഡിഷ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ട്യൂൺ ചെയ്ത് 25 മലയാളം ചാനൽ, അതായത് ഇൻ്റൽസാറ്റ് 17 66 ഡിഗ്രിയിലെ 25 മലയാളം ചാനലും അതോടൊപ്പം കിട്ടുന്ന തമിഴ്, ഹിന്ദി അങ്ങനെയുള്ള ഒട്ടുമിക്ക ചാനലും ഇതെല്ലാം നമുക്ക് ട്യൂൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്ന് പോകുന്നത് ആലപ്പുഴയിലേക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോടൊപ്പം ആലപ്പുഴയുടെ പ്രകൃതി ഭംഗികൾ കുറേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണും. അങ്ങനെ ഇതാണ് നമ്മൾ പറഞ്ഞ ആലപ്പുഴ പൂങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ജോസഫ് ബായിയുടെ വീടിൻ്റെ അവരുടെ സൈഡിൽ തന്നെ ഒരു ഷെഡുണ്ട്. അവരെന്തോ ഒരു മരപ്പണി വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലാണ്, അതിൻ്റെ നടുക്കത്തെ തൂണിൽ നിന്നും മുകളിലോട്ട് പൈപ്പ് വെൽഡ് ചെയ്തിട്ട് അതിനകത്താണ് ഈ ഒരു ഡിഷ് അവിടെ കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം ഇപ്പോൾ 1-2 ചാനലങ്ങാണ്ട് കിട്ടുന്നുണ്ട്. എന്നാലും അത് റീട്യൂൺ ചെയ്ത് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻ്റൽസാറ്റ് 17 66 ഡിഗ്രിയിലെ നമ്മുടെ എല്ലാ മലയാളം ചാനലും നമുക്ക് എടുക്കണം എന്നുള്ളതാണ് ജോസഫ് ഭായി എന്നോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇവിടെ 5G ഫിൽറ്റർ LMB ആണ് അദ്ദേഹം വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ സോൾഡിൻ്റെ റിസീവറും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് കയറേണ്ടത്. ഇത് കണ്ടല്ലോ നിങ്ങൾ, വീട് സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനോടൊപ്പം അതിൻ്റെ മുകളിലും ഷീറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് ഇപ്പുറത്തെ സൈഡിൽ തന്നെയാണ് ഈ വർക്ക്ഷോപ്പും. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു ഡിഷ് കണ്ടത്. ഇപ്പോൾ താഴെ നിന്ന് നോക്കുമ്പോൾ ഉള്ള ആ ഒരു കാഴ്ചയൊക്കെ ഇങ്ങനെയാണ്. മുകളിൽ കയറിയിട്ട്, അതായത് അവിടെ നിൽക്കാനുള്ള പ്ലാറ്റ്ഫോമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ മുകളിലില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇപ്പോൾ ഈ ഒരു സ്ക്വയർ ട്യൂബിൽ, അതായത് ഈ ഒരു ഷീറ്റ് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്ന സ്ക്വയർ ട്യൂബിൽ നമ്മൾ കാല് വെച്ചിട്ട് കയറി അതിൻ്റെ സെൻറ്ററിൽ പോയി നിന്ന് ഇതിനെ താഴ്ത്തുകയോ പൊക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഒക്കെ വേണം നമ്മൾ ഈ ഒരു സാധനം LMB അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു എല്ലാ വർക്കുകളും നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് വേണം ചെയ്യാൻ. അപ്പോൾ ഒരു ഏണിയൊക്കെ തന്നു. ഏണി ആ സൈഡിൽ ചാരി വെച്ചിട്ട് ഞങ്ങൾ പതുക്കെ 2 പേരും ആദ്യം കയറിയതാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ 2 പേര് നിൽക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ബാലൻസിങ്ങിൽ അതിൻ്റെ ആ ഒരു എങ്ങനെ സ്ക്വയർ ട്യൂബൊക്കെ ചിലപ്പോൾ ഒന്ന് താഴ്ന്നു പോകാനൊക്കെ ഉള്ള വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഡിഷ് അന്നേരം ട്യൂൺ ചെയ്തിട്ട് താഴെ ഇറങ്ങുമ്പോൾ വീണ്ടും സിഗ്നൽ പോവും. അപ്പോൾ അതുകൊണ്ട് ഒരാൾ താഴെ ഇറങ്ങി, എന്നിട്ട് ഒരാൾ മാത്രം മുകളിൽ നിന്നുകൊണ്ട് ഇതിനെ ട്യൂൺ ചെയ്ത് സിഗ്നൽ എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഡിഷിൻ്റെ സൈഡിൽ പോയി ഞാൻ മുകളിൽ ഭാഗത്ത് നിന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഇതാണ് ഡിഷ്. ഇത് കംപ്ലീറ്റ് അലൂമിനിയം ഷീറ്റല്ല, ഇത് എന്നിട്ട് നെറ്റാണ്, പഴയ ടൈപ്പ് നെറ്റ്. അതുകൊണ്ട് വെയിറ്റ് കുറവാണ്. വെയിറ്റ് കുറവുള്ളതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ വെച്ചാൽ പ്രത്യേകിച്ച് കാറ്റ് പിടിക്കുമെന്നോ മറ്റു കാര്യങ്ങളൊന്നും പേടിക്കണ്ട. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കയറി. ഇതിൻ്റെ മുകളിൽ മറ്റ് നിൽക്കാനുള്ള മറ്റ് ഫുട്പാത്തോ മറ്റു കാര്യങ്ങളോ ഒന്നും സ്ട്രക്ചർ വർക്കൊന്നും വേറെ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഇതിൻ്റെ മണ്ടയ്ക്ക് നിൽക്കാൻ. എന്നിട്ട് വേണം ഇത് ട്യൂൺ ചെയ്ത് കറക്റ്റായിട്ടുള്ള പിക്ചർ എടുക്കുവാൻ. അപ്പോൾ നിങ്ങളിത് കണ്ടല്ലോ, ഇത് കറക്റ്റായിട്ടുള്ള കാര്യമാണേ. അപ്പോൾ ഞാനങ്ങനെ ട്യൂൺ ചെയ്തു. ഇതാണ് സോൾഡിൻ്റെ റിസീവർ. അതുപോലെ തന്നെ പിക്ചർ കണ്ടല്ലോ, കൈരളി V ആണ് ഈ കാണുന്ന പിക്ചർ. അതുപോലെ നമ്മുടെ സിഗ്നൽ പെർസെൻറ്റേജ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റിൻ്റെ ആ ഒരു സിഗ്നൽ പെർസെൻറ്റേജ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. കണ്ടോ, ഒരു ഫ്രീസിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. സോളിഡിൻ്റെ 5G ഫിൽറ്റർ LMB ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു സിഗ്നൽ ക്വാളിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. പിക്ചറിന് ഫ്രീസിങ്ങോ വെട്ടലോ ഒന്നുമില്ല. അടുത്തത് നിങ്ങളെ കാണിക്കുന്നത് പറഞ്ഞാൽ ഏഷ്യാനെറ്റിൻ്റെ, ഇതിനകത്ത് എല്ലാ TPകളും കിട്ടിയിട്ടുണ്ട്, റീട്യൂൺ ചെയ്തതാണ്. ഇത് പിന്നെ നമ്മൾ ഓർഡർ അനുസരിച്ച് നമുക്ക് മലയാളം മാത്രമായിട്ട് 25 ചാനൽ ഓർഡറാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാലും നമുക്ക് അത്യാവശ്യമുള്ള മലയാളം ചാനലുകൾ, ന്യൂസ് ചാനലുകളെല്ലാം ഇതിനകത്ത് കിട്ടുന്നുണ്ട്. 25 അറിയാൻ വയ്യാത്തവർക്ക് ഗൂഗിളിൽ പോയിട്ട് അവിടെ നമ്മൾ ഇൻ്റൽസാറ്റ് 17 ലിങ്ക്സാറ്റ് LYNGSAT എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാറ്റലൈറ്റ് കിടക്കുന്ന ചാനലിൻ്റെയൊക്കെ ഡീറ്റെയിൽസും അതിൻ്റെ TP നമ്പറും കാര്യങ്ങളുമൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് നമ്മുടെ പൂങ്കാവ്, അതായത് ആലപ്പുഴ പൂങ്കാവിൽ ചെയ്തത്.
അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ ഞാനൊരു കെ യു ബാൻഡ് 93 ഡിഗ്രി നമുക്ക് ട്യൂൺ ചെയ്ത് കൊടുക്കാനുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാനത് കാണിക്കുന്നില്ല. അപ്പം ആലപ്പുഴയുടെ ആ ഒരു പ്രകൃതി ഭംഗി കാണുവാനായിട്ട് ഞാൻ വീണ്ടും AC റോഡ് വഴി ഇങ്ങനെ പല ഭാഗത്ത് നെടുമുടി, അങ്ങനെ ചമ്പക്കുളം, അങ്ങനെയുള്ള ഏരിയകളൊക്കെ ഞാനിങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകളാണ് ഞാനിത് എൻ്റെ ക്യാമറയിൽ പകർത്തിയത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. നല്ല കാറ്റുമുണ്ട്, അതുപോലെ തന്നെ നല്ല ചൂടുള്ള സമയമാണ്, ഉച്ചയായതുകൊണ്ട് ചൂടുണ്ട്, അത്യാവശ്യം നല്ല ചൂടാണ്. അതുകൊണ്ട് ഈ ഒരു പ്രദേശത്ത് നിൽക്കുമ്പോൾ നല്ല തണുപ്പും, അതായത് കാറ്റടിക്കുന്നുണ്ട് നല്ല രീതിയിൽ. അതുപോലെ തന്നെ ഈ വയലിൻ്റെയൊക്കെ നടുക്ക് അതായത് ഇടയ്ക്ക് വീടുകളൊക്കെ, അതായത് ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഹൈറ്റുള്ള സ്ഥലങ്ങളുണ്ട്, അതിനകത്തൊക്കെ ഇടയ്ക്ക് വീടുകളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗി. അതിൻ്റെ ആ ഇടയ്ക്കൊക്കെ വീടുകൾ, അപ്പോൾ അവർക്ക് നടന്നു പോകാനുള്ള വഴികളും റോഡുകളും ഒക്കെ അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഉണ്ട്, കാണാൻ നല്ല ഭംഗി. അങ്ങനെ ഓരോ സ്ഥലത്തും ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഓരോ സ്ഥലത്തും നിർത്തിയിട്ട് ഇങ്ങനെ അത്യാവശ്യമുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട ആ സ്ഥലങ്ങളുടെ വീഡിയോകളൊക്കെ ഞാൻ പകർത്തിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ, ഇതിനിടയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ വീടുകളുണ്ട് കേട്ടോ. ഈ കാണുന്ന പിക്ചറിന് നടുക്കൊക്കെ കാണുന്ന ആ ഒരു ചെറിയ പ്ലോട്ടുണ്ട്, ആ പ്ലോട്ടിനകത്തൊക്കെ വീടുകളുണ്ട്. നല്ല രസമാണ് കേട്ടോ, കാണാൻ നല്ല കാഴ്ചകൾ. കാരണം നമ്മൾ ഇച്ചിരി കാറ്റ് കൊള്ളാനായിട്ട് പുറത്തോട്ടിറങ്ങി പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള കാഴ്ചകളൊന്നും കിട്ടത്തില്ല. അതിനൊക്കെ നമ്മൾ കുട്ടനാട് ആ പ്രദേശത്തോട്ട് പോകുമ്പോൾ മാത്രം. ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നത്. കാരണം വീഡിയോ ഞാൻ വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ ബാൻഡ് ട്യൂൺ ചെയ്യുന്ന ആ ഒരു, അതായത് ആ ഡിഷ് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പക്ഷേ അതിനോടൊപ്പം അത് ആദ്യം കാണിച്ചു. കാരണം അതിൻ്റെ ഇമ്പോർട്ടൻ്റ് കഴിഞ്ഞതിന് ശേഷം ആവശ്യമുള്ളവർക്ക് ഈ പ്രകൃതി ഭംഗിയും കൂടെ ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അതല്ല, ഞാൻ ആ വീഡിയോ ഈ ഡിഷ് ട്യൂൺ ചെയ്തതിൻ്റെ ആ ഒരു വീഡിയോ ഇതിൻ്റെ ഈ ഒരു സീനറിയൊക്കെ കാണിച്ചതിന് ലാസ്റ്റ് കൊണ്ടുവെക്കുന്ന ആളുകൾ പറയും എൻ്റെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് ടൈമിങ് കൂട്ടാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല. ഞാനത് കാണിക്കേണ്ട ആ ഒരു ഡിഷിൻ്റെ കാഴ്ച ആദ്യമേ നിങ്ങളെ കാണിച്ചു. കാരണം ഡിഷിൻ്റെ കാര്യങ്ങൾ കാണണമെന്നും അറിയണമെന്നുള്ളവർക്ക് അത് മാത്രം കണ്ടാൽ മതി. അതല്ല, നമ്മുടെ പ്രകൃതിയുടെ ആ ഒരു ഭംഗി കാണാൻ ആഗ്രഹമുള്ളവർക്ക് നമുക്കതും കൂടെ കാണാൻ വേണ്ടി, അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. കാരണം നല്ല കാഴ്ചകൾ. അപ്പോൾ ഞാൻ ആ പോയ ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ, കാറ്റും നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ബോട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാനത് ആ സമയമൊക്കെ നിർത്തിയിട്ട് തന്നെ ഇതെല്ലാം ഷൂട്ട് ചെയ്തു. കാരണം എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടു. അതാണ് അതിൻ്റെ ഒരു ഇത്. കാരണം ഒരുപാട് സമയം നമുക്ക് എന്നും പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യാനൊക്കത്തില്ല. കാരണം എനിക്കും 50 കിലോമീറ്റർ കൂടുതൽ ദൂരം വരുന്നുണ്ട്. അപ്പോൾ എന്നും നമുക്കത് പോയിട്ട് ആ കാഴ്ച കാണാനൊക്കത്തില്ല. പക്ഷേ പോയ സമയത്ത് ഞാൻ ആ വീഡിയോ ഒക്കെ പകർത്തി, ആ കണ്ട കാഴ്ചകളൊക്കെ പകർത്തി. നല്ല രസമുണ്ട്. അവിടെയൊക്കെ പോയി ഇരുന്ന് കുറേ നേരം കാറ്റൊക്കെ കൊണ്ടിട്ട്, അതുപോലെ തന്നെ ഈ പോകുന്ന വഴിക്കൊക്കെ നല്ല ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വഞ്ചിനാട്, അതുപോലെ തന്നെ ആറ്റുപുറം, അങ്ങനെയൊക്കെയുള്ള ബോർഡുകൾ നമ്മളീ പോകുന്ന വഴിക്ക് തന്നെ അതിൻ്റെ ബോർഡുകളുണ്ട്. വഞ്ചിനാട് പോകുന്ന വഴിക്ക് അവിടെ എഴുതി ബോർഡുകൾ കാണാം. പിന്നെ രസമാണ്, നല്ല രസമാണ്, കാണാൻ നല്ല ഭംഗി. അതുപോലെ തന്നെ ഭക്ഷണം കിട്ടും. അതുപോലെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവശ്യമുള്ളവർക്ക് ബോട്ടിലൊക്കെ സഞ്ചരിക്കുന്നവർക്കും. അതുപോലെ തന്നെ നമ്മുടെ സർക്കാരിൻ്റേതായിട്ടുള്ള സർവീസുകളും ഈ ഒരു ബോട്ടിനുണ്ട്. വളരെ റേറ്റ് കുറവാണ്, ചീപ്പായിട്ടുള്ള. അതിനകത്തും പല ആളുകൾ യാത്ര ചെയ്യുന്നതായിട്ട് ഞാനിങ്ങനെ കണ്ട് ആസ്വദിച്ചു. എനിക്കിഷ്ടപ്പെട്ട വീഡിയോകളൊക്കെ ഞാൻ ഇതിനകത്ത് പകർത്തി. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കുറേ പേര് കൂടി ചേർന്നിട്ട് റെൻറ്റിനായിട്ട് പോകുന്നതാണ് വിനോദസഞ്ചാരികളായിട്ട്. ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ, അത് ഹൈറ്റ് കൂടിയതുണ്ട്, ഹൈറ്റ് കുറഞ്ഞതുണ്ട്, ഫുൾ AC ഉള്ളതുണ്ട്, AC ഇല്ലാത്തതുണ്ട്. അങ്ങനെ പലമാതിരിയുള്ള വള്ളങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് സത്യം പറഞ്ഞാൽ നല്ല സന്തോഷം കേട്ടോ. ഇത് കാണാനായിട്ട് ഒരു പ്രത്യേക എന്താ പറയുന്നത്, അതിന് പ്രത്യേകിച്ച് നിർവചിക്കാൻ വാക്കുകളില്ല. അതുപോലെ ഭംഗി, പ്രകൃതിയുടെ ഭംഗികളൊക്കെ നമ്മൾ ആസ്വദിക്കണം. അത് എനിക്ക് ആ കിട്ടിയ സമയമൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത്, ഏതായാലും ഞാൻ ഇത്രയും ഒരു റിസ്ക് എടുത്തിട്ട് ഇതുപോലെ ഡിഷൊക്കെ ട്യൂൺ ചെയ്യാൻ വിളിച്ചവരെയൊക്കെ അവരുടെ ഡിഷ് ട്യൂൺ ചെയ്യാനായിട്ട് പോകുന്നതാണ്. അപ്പോൾ ആ വഴിക്കൊക്കെ നമുക്കിതുപോലെ നിർത്തി നമുക്കിതും ആസ്വദിച്ച് എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ ഇതിനൊക്കെ ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ 2 ഡിഷ് ട്യൂൺ ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ പോയി. കാരണം എനിക്ക് എൻ്റർടൈൻമെൻറ്റ് ഒരു രസമാണ്. ഒറ്റയ്ക്കേ ഉള്ളൂ, ബൈക്കിലാണ്, എന്നാലും ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഈ പാലത്തിനിടയ്ക്കൂടെയൊക്കെ ആ ബോട്ടുകളൊക്കെ പോകുന്നത് നല്ല രസമാണ് കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇതിനകത്ത് സഞ്ചാരികൾ എന്നെ ഇങ്ങനെ എന്തോ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്, എന്താണ് ഇവൻ ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എന്നിട്ട് അവർ അതിങ്ങനെ പറയുന്നുണ്ട്, ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഇനി നമ്മൾ തന്നെ അവരെ വാച്ച് ചെയ്യുന്നതാണോ എന്നുള്ളതൊക്കെ വരുമേ. അപ്പോൾ ഏതായാലും നല്ല പ്രകൃതി ഭംഗിയെന്ന് പറഞ്ഞാൽ
നമ്മളൊരു ബോട്ട് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് അടുത്ത ബോട്ട് ഇങ്ങോട്ട് വരും. ഇതിൻ്റെ പുറകിന് ഇനിയും വേറെ ബോട്ടുകളുണ്ട്. ഇനി ഇതിനും കൂടുതൽ കാഴ്ചകളും കൂടുതൽ ദ്വീപായിട്ട് ഉള്ള സ്ഥലങ്ങളും ഒക്കെ ഇതിനിടയ്ക്ക് ഇടതൂർന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനിയും ഒരു വെക്കേഷൻ സമയത്ത് ഇതുപോലെ പോയിട്ടുള്ള വീഡിയോകളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. കാണാൻ നല്ല. അതുപോലെ തന്നെ സർക്കാരിൻ്റെ ബോട്ട് സർവീസിനുള്ളതുകൊണ്ട് ഇതിനകത്ത് ഇടയ്ക്ക് സ്റ്റോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു 15 രൂപ ആ ഒരു റേഞ്ച് ആലപ്പുഴ സിറ്റിയിൽ നിന്നും, അതായത് അവിടെ നിന്നും കുറച്ച് ദൂരെയൊക്കെ 10 കിലോമീറ്റർ ദൂരെയൊക്കെ 10 രൂപ 15 രൂപയ്ക്കകത്തൊക്കെ ഉള്ള ടിക്കറ്റുകൾ മാത്രമേ ഉള്ളെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അത് ഒരു നല്ല കാര്യമാണ്. കാരണം നമ്മളെപ്പോലുള്ള ഒരു പാവപ്പെട്ട ടീമുകൾക്കൊക്കെ ഇതുപോലൊക്കെ പോയിട്ട് ബോട്ട് സർവീസിലൊക്കെ കയറാനൊക്കെ ആയിട്ട് ഒരു സാഹചര്യം അങ്ങനെ കിട്ടും. കാരണം റേറ്റ് കുറവാണ്, ഒരുപാട് റേറ്റിന് പോകേണ്ട കാര്യങ്ങളുമില്ല. ഇത് കണ്ടോ, ഡബിൾ രണ്ടായിട്ട് വരുന്നത്. ഇത് ആദ്യം ഞാൻ ഈ ഒരു വള്ളത്തിൻ്റെ വരവൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി മുന്നിൽ കാണുന്ന ആ ഒരു പാലത്തിൽ അടിയിൽ തട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. പക്ഷേ ഏതായാലും അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് തട്ടത്തില്ല. കാരണം ആ ഹൈറ്റ് അത്രയും മെയിൻറ്റെയിൻ ചെയ്താണ് ഇത് വെച്ചിരിക്കുന്നത്. പക്ഷേ ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ പാലത്തിൽ തട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഇടിക്കുമെന്ന്. പക്ഷേ അത് ഇടിക്കുന്നില്ല. ഇതുപോലെ പല വള്ളങ്ങളും ഇതുപോലെ ഒരുപാട് സമയം ഞാൻ നിന്ന് കണ്ടു, കാഴ്ചകൾ കണ്ടു. പക്ഷെ നല്ല രസം, നല്ല അടിപൊളി കേട്ടോ. ഭംഗിയിൽ എന്താ പറയുന്നത്, അതിന് പറയാനും പ്രത്യേകിച്ച് വാക്കുകളൊന്നുമില്ല. കണ്ട് ആസ്വദിക്കുക. എന്നിട്ട് ഞാൻ ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ പോയി നോക്കുന്നുണ്ട്. മുകളിൽ പോയിട്ട് അവിടെ നിന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പല വള്ളങ്ങൾ ഇനിയും മറ്റ് സൈഡിൽ നിന്നും ഇത് വരുന്നുണ്ട്. അതായത് കോട്ടയം സൈഡിൽ നിന്നൊക്കെ വരുന്നതായിരിക്കും. കോട്ടയം കുമരകം ആ ഒരു റൂട്ടിൽ നിന്നൊക്കെ വരുന്നതുണ്ട്. വന്ന് ഇതെല്ലാം തിരിച്ച് ആലപ്പുഴ ആ ഒരു ഏരിയയിലേക്ക് വരുന്ന ഇതുവഴിയാണ്. കാണാൻ നല്ല രസമുള്ളതും നല്ല കാറ്റുള്ള പ്രദേശം, തണുപ്പുണ്ട്. വെള്ളം ഇത്രയും കിടക്കുന്നതുകൊണ്ട് അധികം ചൂടൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. നല്ല തണുപ്പാണ് അവിടെ. നല്ല സൈഡിലൊക്കെ നിന്ന് ആസ്വദിക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ ആ ഏരിയയിലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അവരെയൊക്കെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവരൊക്കെ പറയും എപ്പോഴും വരുക, ഫാമിലിയായിട്ടൊക്കെ വന്ന് കണ്ട് ആസ്വദിച്ച് ഇതിൻ്റെ ആ ഒരു പ്രകൃതി സൗന്ദര്യമൊക്കെ എപ്പോഴും നമ്മൾ കണ്ടിരിക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ കാണാൻ പറ്റിയ ഒരുപാട് പ്രദേശങ്ങൾ നമുക്കുണ്ട്. എന്നിട്ട് നമ്മൾ കാണാതെ നമ്മൾ വേറെ മറ്റുള്ളിടത്തേക്ക് പോകുന്നുണ്ട്. ഈ ബോട്ട് സർവീസൊക്കെ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ, ഒരുപാട് ഏരിയ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. എനിക്ക് തന്നെ അല്പം തോന്നി ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് തന്നെ എനിക്കറിയത്തില്ല. പല സഞ്ചാരികളെയും കൊണ്ടുവന്നിട്ട് ഇത് അവരെ ഡ്രോപ്പ് ചെയ്ത് അവരെ അവിടെ ഇവിടെയൊക്കെ ഇറക്കി വിട്ടിട്ട് ഇതിനകത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവർ സൈഡിൽ കെട്ടിയിടുന്നുണ്ട് ചില ബോട്ടുകളൊക്കെ. നല്ല രസമുണ്ട്, കാണാൻ നല്ല രസമാണ്. ഒരുപാട് പ്രദേശങ്ങൾ, ഒരുപാട് നല്ല രസം. വണ്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഓരോരുത്തർ ഇതുപോലെ വള്ളത്തിൽ കയറി പോകുന്നവരെയും കാണാം. നല്ല അടുത്താണ്ട് വേറൊരു ബോട്ട് വരുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ. നല്ല ആലപ്പുഴയ്ക്ക് ഇത്രയും നല്ല ഭംഗിയുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അവിടെയൊക്കെ പോയി കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാര്യങ്ങൾ. കാരണം ഇത്രയും നല്ല സൗന്ദര്യം, പച്ചപ്പ്. ഇത് കണ്ടോ, ബോട്ട് സർവീസ് ഇങ്ങനെ ഈ ഒരു പാലത്തിനടിയിൽ കൂടെ. ഞാൻ ആ നേരത്തെ കണ്ട ആ പാലത്തിൻ്റെ ആ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിനടിയിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് സഞ്ചാരികളും. അതുപോലെ തന്നെ ഗവൺമെൻറ് സർവീസിൻ്റെ ആയിട്ടുള്ള ബോട്ടുകളും ഒക്കെ ഇതിനകത്തുണ്ട്. നല്ല രസമുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇത് ഫുള്ളായിട്ട് കാണുക. കാരണം കാണാൻ പറ്റിയ നല്ല കാഴ്ചകളാണ്. അതുകൊണ്ട് ഈ വീഡിയോ ഇത്ര നീണ്ടു പോകുന്നതേ ഉള്ളൂ. അല്ലാതെ ഞാൻ മറ്റ് ടെക്നിക്കൽപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. കാണാൻ പറ്റിയ കാഴ്ചകൾ, നമ്മുടെ പ്രകൃതിയുടെ നമ്മുടെ ആ പച്ചപ്പുകൾ കാണാൻ പറ്റിയത് നല്ല രസമാണ്. നല്ല ബോട്ട് സർവീസൊക്കെ ഇതിനകത്ത് AC ഉള്ള റൂമുകളാണ് മിക്കവാറും ഉള്ളതൊക്കെ. പിന്നെ AC ഇല്ലാത്ത നോൺ ടൈപ്പും ഉണ്ട് ഇതിനകത്ത്. നല്ല സുന്ദരമായ കാഴ്ചകൾ. അങ്ങനെ കാണാനും ഇതുപോലെ ബോട്ട് സർവീസിനൊക്കെ പോകേണ്ടവർക്കൊക്കെ ആലപ്പുഴ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് പോകാം. അതുപോലെ തന്നെ പോകുന്ന വഴിക്കൊക്കെ പല ഏരിയയിലും പല ബ്രിഡ്ജിൻ്റെ സൈഡിലും ഒക്കെ ഇതുപോലെ ഒരുപാട് ബോട്ട് സർവീസുകളുണ്ട്. ബോട്ടുകളൊക്കെ ഇങ്ങനെ സൈഡിൽ കെട്ടിയിട്ടിട്ടുണ്ട്. അത് ഓരോരുത്തർ ട്രിപ്പ് പോയിട്ട് വന്നിട്ട് റെസ്റ്റ് എടുക്കുന്നവരും അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ, നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല കൊട്ട വെയിൽ. ഈ മുട്ടത്തലയിലൊക്കെ എന്ന് പറഞ്ഞാൽ വെയിലടിച്ചിട്ട് നല്ല പഴുക്കും അവിടെ നിന്നിട്ട്. എന്നാലും പോട്ടെ, ഈ ഒരു പ്രകൃതിയുടെ ഈ ഒരു കാഴ്ചകളും ഭംഗിയൊക്കെ എന്തായാലും ഞാനൊന്ന് റെക്കോർഡ് ചെയ്തെടുക്കുക എന്നുള്ളൊരു വാശിപ്പുറത്ത് നിന്ന് ഇത് മൊത്തം ഷൂട്ട് ചെയ്യുകയാണ്. കണ്ടോ, എന്ത് രസമുണ്ടെന്നാണ്. അക്കരയൊക്കെ എന്ന് പറഞ്ഞാൽ പള്ളിയുടെ ആ ഒരു പള്ളിയുടെ ആ കുരിശിൻ്റെ ഇതൊക്കെ എല്ലാം മിക്കവാറും ഉള്ള അവിടെ ഇവിടെയൊക്കെ പോയി നിന്നാൽ നമുക്ക് നല്ല രീതിയിലുള്ള കാഴ്ചകൾ. ഈ ഒരു പാലത്തിൻ്റെ മുകളിലോട്ട് പോയി നിന്നാൽ അതിനെക്കാട്ടും നല്ല കാഴ്ചകളായിട്ട് എനിക്ക് തോന്നി. ഞാൻ മുകളിലേക്ക് പതിയെ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. കാരണം അടുത്ത ബോട്ടുകൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. നല്ല രസമുള്ള നല്ല ക്വാളിറ്റി ഉള്ള വള്ളങ്ങളും ഉണ്ട്. അത് തന്നെ പഴയ വള്ളങ്ങളും ഉണ്ട്. നല്ല രസമുണ്ട് കാണാനൊക്കെ കേട്ടോ, നല്ല ബ്യൂട്ടി ആയിട്ട്. അതായത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പഴയതാണെന്ന് തോന്നിക്കത്തൊന്നുമില്ല. അത്രമാത്രം നല്ല ക്വാളിറ്റിയിലൊക്കെ ഇവർ പെയിൻ്റ് ആയാലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല ഗ്ലാസ്സൊക്കെ ഇട്ട് നല്ല AC റൂമും അടിപൊളിയാണ്.
പ്രത്യേകിച്ച് ഇതിനെ ഇനി പറഞ്ഞ് നീട്ടാനായിട്ട് വാക്കുകളൊന്നുമില്ല. കണ്ടോ, ബോട്ട് പോകുന്നത് കണ്ടോ, നമ്മുടെ കെട്ടുവള്ളങ്ങൾ. അപ്പോൾ ഇതിന് ഉള്ളിൽ കയറിയാൽ എന്തായിരിക്കും, നല്ല കാഴ്ചകളായിരിക്കും. പുറമേ നമ്മളിങ്ങനെ കാണുമ്പോഴും ഉള്ളിൽ ഇത് കണ്ടോ, അതിൻ്റെ ആ ബോട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല സീൽഡും നല്ല വിൻഡോയും കാര്യങ്ങളും ഒക്കെ കാണാനും നല്ല രസമുള്ള ബോട്ടുകളാണ് കേട്ടോ. ഒത്തിരി പഴക്കമൊന്നും ഇല്ലാത്ത ബോട്ടുകളുമുണ്ട്, പഴക്കമുള്ള ബോട്ടുകളുമുണ്ട്. ഇതൊക്കെ ഓരോ സഞ്ചാരികൾ, ഇതൊക്കെ ഏകദേശം പുതിയ ബോട്ടുകളാണ് കേട്ടോ. കാണാൻ നല്ല, കണ്ടാൽ തന്നെ തിരിച്ചറിയാം. ഇത് കണ്ടോ, ഇത് എനിക്ക് തോന്നുന്നു കോട്ടയം ഭാഗത്തേക്കൊക്കെ സഞ്ചാരികളുമായിട്ട് പോകുന്ന ട്രിപ്പുകളായിരിക്കാൻ ചാൻസ് ഉണ്ട്. എ സി ഉള്ളതാണ്ട്, എ സി ആണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് എ സിയൊക്കെ. ചില വള്ളങ്ങളുടെയൊക്കെ ജനറേറ്ററുകളൊക്കെ ഇതിൻ്റെ പുറകിൽ. അതുപോലെ തന്നെ ഭക്ഷണം കുക്ക് ചെയ്യുന്ന ആളുകൾ, കിച്ചണൊക്കെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതുണ്ട്. പല വള്ളങ്ങളും ഞാനിത് കണ്ട് നിന്ന സമയത്ത് എനിക്ക് കാണാനിടയായി. പലരും ഇതിനകത്ത് കുക്ക് ചെയ്യുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ബെഡ് കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഫ്രണ്ട് വശത്ത് നമുക്ക് ദിവാൻ പോലെയുള്ള ബെഡുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലത്തെ തട്ടിലും അതുപോലെ ദിവാൻ പോലെ ഇങ്ങനെ കിടന്നിട്ട് മുകളിലേക്കൊക്കെ നോക്കി ഇങ്ങനെ കിടക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം നല്ല നല്ല എന്താ പറയുന്നത്, നല്ല കാണാനും ആസ്വദിക്കാനും പറ്റിയ കാഴ്ചകൾ. ഇങ്ങനെ തുടരെ നിൽക്കുന്നതനുസരിച്ച് പുതിയ പുതിയ ബോട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക. ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതിനകത്തുള്ള കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്താം. വീഡിയോ കണ്ടതിന് നന്ദി.